ഹലോ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2025 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കിപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇനി വരുന്നത് മെയ് 1 5-ാമത്തെ മാസമാണ് വരുന്നത്. നമുക്ക് ഈ കൊല്ലം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് എക്സാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് സെക്രട്ടറി അസിസ്റ്റൻറ്റ്, സെക്രട്ടറി OA ഇതൊക്കെ ഈ മാസങ്ങളിൽ വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. അത് സ്മാർട്ട് സ്റ്റഡി തന്നെ നടത്തണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രിലിംസ് കിട്ടിയവർക്കായിരിക്കുമല്ലോ മെയിൻസ് കിട്ടിയിട്ടുണ്ടാവുക. സോ അവരൊരു ബേസ് ബിൽഡ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നറിയാം. സോ അവർക്ക് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും പെടാത്ത കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട്, കുറച്ച് പഠിച്ച് ഒന്നിലെത്താത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മെയ് 1 മുതൽ നമുക്ക് ഇനി കളയാൻ ടൈമില്ല. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഗുരുവായൂർ LD, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇനിയിപ്പോൾ VFA വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി വിളിക്കാനിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓൾറെഡി വിളിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുവരെ ആയിട്ടില്ല, ഒന്നും എന്തൊക്കെയോ പഠിച്ചു, പക്ഷേ ഒന്നും റിവിഷനും ഒന്നും പ്രോപ്പർ അല്ല, ഇതുവരെ CRT പോലും കവർ ചെയ്തിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നാളെ മെയ് 1 അല്ലേ. നാളെ മുതൽ പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ലിസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ഇടം പിടിക്കാറുള്ളൂ. നമുക്ക് ജോലി കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരു റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ഒന്നുണ്ട്, അത് ഇതുപോലെ ഉഴപ്പിയാൽ പറ്റില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്മാർട്ട് വർക്ക്, അതായത് സ്മാർട്ട് വർക്കിലൂടെ ഹാർഡ് വർക്ക് ചെയ്യാം. മനസ്സിലായോ? കുറേ കുത്തിരുന്ന് സിലബസ് ഫുള്ള് കവർ ചെയ്യണം. കവർ ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. അതിന് നമ്മൾ റീസെൻറ്റ് PYQs നോക്കണം. എന്നാൽ മാത്രമേ ഏത് ഭാഗത്തു നിന്നാണ് വരിക എന്ന് മനസ്സിലാവുള്ളൂ. അത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോകണം. അതിൻ്റെ അവിടെ ഇവിടെയും ടച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളെ മുതൽ ഒരു സീരീസ് പോലെ ഞാൻ പഠിത്തം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് ഒരു 2 വയസ്സായ കുഞ്ഞാണുള്ളത്. സോ എൻ്റെ പഠന രീതി നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളാണല്ലേ. അപ്പോൾ ചിലർ ജോലിക്ക് പോയി പഠിക്കുന്നവരുണ്ടാവാം. സോ നമുക്ക് അതൊന്നും ഇപ്പോൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ പറയുന്നത് ഒരു ദിവസം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ദിവസം എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് ഞാനൊരു വീഡിയോ പോലെ, ഞാൻ പഠിക്കുന്നത് ഞാൻ വീഡിയോ പോലെ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഒന്നും ആവാത്തവർക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും SCRT കവർ ചെയ്യണം. ഞാൻ ഇതുവരെ പുതിയ CRT ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, തുടങ്ങിയിട്ടില്ല എന്നല്ല പറയാം. തുടങ്ങി ഒരു 5-ാം ക്ലാസ് തുടങ്ങി വെച്ചു. പക്ഷേ 5-ാം ക്ലാസ് മാത്രമല്ലല്ലോ, 7ഉം 9ഉം ഇതൊക്കെ പഠിക്കാനുള്ളതാണല്ലോ. അപ്പോൾ 5, 7, 9 കേട്ടോ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പഠിക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു ടൈം ടേബിൾ തരൂ വെച്ചിട്ട് ഒരുപാട് മെസ്സേജസ് കണ്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഓരോ ദിവസം പഠിക്കുന്നത് ഓരോ ഷോർട്സ് പോലെ ഞാൻ ഇടാം കേട്ടോ, എന്താ ടോപ്പിക്കുകൾ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ SCRT ഒരു ചാപ്റ്റർ, എന്നെക്കൊണ്ട് ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ 2 ചാപ്റ്ററൊക്കെയാണ് ഒരു ദിവസം പറ്റുള്ളൂ. സോ ഇത് തീരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ അതിന് മുന്നെയാണ് ഇത് തീരുക. മെല്ലൊക്കെ തന്നെ തീരുള്ളൂ. പെട്ടെന്ന് CRT ഓടിപ്പോയി പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പഠിച്ചിട്ട് PSCക്ക് കാര്യമില്ല. ആരും മുക്കും നോക്കിയിട്ട് തന്നെ പഠിക്കണം. അത് നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻസ് അരിച്ചു പറക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സോഷ്യലൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാനൊരു 1-2 ചാപ്റ്ററാണ് മാക്സിമം ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. പിന്നെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്സ്, അതായത് MM ഉണ്ടല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് PYQ വെച്ചിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ കറണ്ട് അഫെയർ ഒരു ടോപ്പിക്ക്, അതിലേതെങ്കിലും ഒന്ന് ഇടവിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്സുകൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ആക്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒക്കെ ഓരോ ടോപ്പിക്ക് 1-2 ദിവസത്തേക്ക് പഠിക്കാനായിട്ട് ഇടും. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ PYQs